ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ബനാന ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഏത്തപ്പഴം 2 എണ്ണം, പാല് 3-4 ടേബിൾ സ്പൂൺ. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഇനി മുറിച്ചെടുത്ത പഴം 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിത് 2 മണിക്കൂറിലധികം ഫ്രീസറിൽ വെച്ച പഴമാണ്. നമുക്ക് എത്രത്തോളം പഴത്തിനെ തണുപ്പിക്കാൻ പറ്റും അത്രയും പഴം തണുത്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി നന്നായി തണുപ്പിച്ചെടുത്ത ഈ പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ബനാന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ഡെലീഷ്യസ് ആണ് നമ്മുടെ ഐസ്ക്രീം. പിന്നെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്